കേരളത്തിൽ ഒരുപാട് മന്ത്രിമാരുണ്ട്. ഒരുപാട് മന്ത്രിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും കഴിവുള്ളവർ തന്നെയാണ്. തീരെ കഴിവില്ലാതെ മന്ത്രിസ്ഥാനത്തേക്ക് എത്താനൊന്നും സാധിക്കുകയില്ല. അത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മളുടെ മുന്നിൽ നമ്മൾ കാണുന്ന ഒരേ ഒരു മന്ത്രി ബഹുമാനപ്പെട്ട വി. ശിവൻകുട്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ്. കാരണം ഈ തലമുറക്കൽ വിഭാഗത്തിൽ നോക്കുക, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ 100% സപ്പോർട്ട് ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം രാഷ്ട്രീയമാണല്ലോ. ക്രിസ്ത്യൻ സമുദായം മുഴുവൻ അദ്ദേഹത്തിനെതിരായിരുന്നു. അവരല്ലേ പ്രബലമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, ഗവൺമെൻറ്റിലൊക്കെ സ്വാധീനമുള്ള പ്രബലമായ സമുദായം അവരാണ്. അവർ മുഴുവനും മന്ത്രിക്കെതിരായിരുന്നു. ഇതാവശ്യപ്പെട്ട മുസ്ലിം സമൂഹമാവട്ടെ, അവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിച്ചോട്ടെ, ഇതിനെന്താ തർക്കത്തിന് പോകുന്നു എന്ന മനോഭാവത്തിലായിരുന്നു. ഈ നമ്മുടെ മത പണ്ഡിതന്മാർ മാത്രമേ മതം പറഞ്ഞുള്ളൂ. കോൺഗ്രസ് പാർട്ടിയും ഏകദേശം അതേപോലെ എടുത്തത്. എന്തിന് അതിൽ നിന്ന് ഇടപെടാതെ അനുകൂലിക്കാനും പോയില്ല, പ്രതികൂലിക്കാനും പോയില്ല. അക്കാഡമിക്, അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള അക്കാഡമിക് വിദഗ്ധന്മാരും ബുദ്ധിജീവികളും ഒക്കെ മന്ത്രിക്കെതിരായിരുന്നു. കോടതി വിധി വേണമെങ്കിൽ ഒരു പക്ഷേ മന്ത്രിക്കെതിരായിരുന്നു എന്ന് വേണം കാണാൻ. എന്നിട്ട് പോലും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു ആ കുട്ടിയെ അതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന്. ആ കുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ലെന്ന്. ഇതാണ് മന്ത്രി. അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ.